ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് ആഞ്ചലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. എന്തായാലും അണ്ണനെയും വീഴ്ത്തി. ഇനി അടുത്തത് ആരാണെന്നാവോ? ഞാൻ അവളോട് ചോദിച്ചു. അതൊക്കെ ഇനിയും ഉണ്ടാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എൻ്റെ സങ്കടം അതല്ലടാ. എന്താടി ഇനി നിൻ്റെ സങ്കടം? ഞാൻ അവളോട് ചോദിച്ചു. അല്ലടാ, നമുക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ, അതോർത്തിട്ടാ. ഷേ, ഒന്ന് പോടി കുരിപ്പേ, എപ്പോൾ നോക്കിയാലും നിനക്ക് ഈ ആഗ്രഹമേ ഉള്ളൂ. അത് പിന്നെ ഫോണിലൂടെ കണ്ടു മടുത്തു, എനിക്കുറച്ച് നേരിട്ട് കാണാമെന്ന് വെച്ചിട്ടാടാ. ഓ അങ്ങനെ, കൊള്ളാം, നല്ല ബെസ്റ്റ് ആഗ്രഹം. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ചേട്ടൻ്റെ ഒന്ന് നേരിട്ട് കാണണം. അതെങ്കിലും കണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് സഫലമാക്കണം. ഷേ, ഒന്ന് പോടി, നീ അത് വിട്ടില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അയ്യടാ, അത് ഞാൻ വിടൂല. ഇനി എന്ത് വന്നാലും ഞാനത് കണ്ടിരിക്കും. അതിന് വല്ലതും ഉണ്ടായിട്ട് വേണ്ടേടി, കുറേ ആയില്ലേ ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ അവളോട് പറഞ്ഞു. ചേട്ടൻ നോക്കിക്കോ, നാളെ ഞാൻ എന്തായാലും രണ്ടിലൊന്ന് ഉറപ്പിക്കും, അത് ഉറപ്പാ. ശരി, നമുക്ക് നോക്കാം. പിന്നെ ഇല്ലെങ്കിൽ അറിയാലോ എന്ത് സംഭവിക്കുമെന്ന്, അത് മോൾ മറക്കണ്ട. ആ, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനിപ്പോൾ പോണ്, അമ്മ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് ഡൗട്ടൊന്നും അടിക്കണ്ട. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി. എനിക്കാണെങ്കിൽ പിന്നെ കിടന്നിട്ട് ഉറക്കവും വരുന്നുണ്ടായില്ല. കുറേ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നോക്കി, എന്നിട്ട് രക്ഷയുണ്ടായില്ല. അങ്ങനെ രാത്രിയായി. ഒരു 11 മണിയായപ്പോൾ ഞാൻ അനിയത്തിക്ക് ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അവൾ ആ മെസ്സേജ് നോക്കിയത് പോലുമില്ല. ബോറടിച്ചിരിക്കുന്ന ഞാൻ ഫോണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ട് കിടന്നു. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ മനസ്സിൽ പല ചിന്തകളും കയറാൻ തുടങ്ങി. എങ്ങനെയാ ഇപ്പോൾ ഒന്ന് പൊലിപ്പിക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ നോക്കുമ്പോൾ ശോഭേച്ചയായിരുന്നു അത്. ഡാ, ഉറങ്ങിയോ? ശോഭേച്ചയുടെ മെസ്സേജ്. ഇല്ലല്ലോ, ഞാൻ മറുപടി കൊടുത്തു. എന്താടാ ഉറങ്ങാത്തത്? 11 ആയില്ലേ, നീ ഇനി ആരെ കാത്തിരിക്കുക? അത് ഞാൻ ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കായിരുന്നു. എന്താടാ ഫോണിൽ വല്ല ചുറ്റിക്കളിയുണ്ടോ? ശോഭേച്ച് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് കിടക്കുക. അതെന്താടാ ഒന്നും ഇല്ലാത്തേ? അതൊക്കെ ഒരു രസമല്ലേടാ? ആ, രസമൊക്കെ തന്നെയാ, നമുക്കതിനൊന്നും ആരുമില്ല ചേച്ചി, ഞാൻ പറഞ്ഞു. അല്ലടാ, അമ്മയും മീരയും കിടന്നോ? ആ, അവരൊക്കെ എപ്പോഴേ കിടന്നു. അല്ല, രാജേട്ടൻ എവിടെ? ഞാൻ ചോദിച്ചു. ഇവിടെ ഉണ്ട്, 2 അടിച്ചിട്ട് എന്നോട് വഴക്കിട്ട് കിടക്കുക. ഓ, അപ്പോൾ രാജേട്ടൻ ചോദിക്കല്ലേ ആർക്കാ ഈ ടൈമിൽ മെസ്സേജ് അയക്കുന്നതെന്ന്? ആ, അതിന് രാജേട്ടൻ കിടക്കുന്ന ഹാളിലാണ്, ഞാൻ റൂമിലിരുന്ന മെസ്സേജ് അയക്കുന്നത്. അങ്ങേരിനി ഇപ്പോഴൊന്നും എഴുന്നേക്കാൻ പോകുന്നില്ല. ഓ, അപ്പോൾ കുട്ടികളോ? അവരൊക്കെ ഉറങ്ങിയടാ, ഇനി രാവിലെ നോക്കിയാൽ മതി, ചേച്ചി പറഞ്ഞു. അല്ല ചേച്ചി, ചേച്ചി നോക്കിയോ രാജേട്ടൻ്റെ ഫോൺ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ആടാ, ഞാൻ നോക്കി, അത് പറയാനാ ഞാൻ മെസ്സേജ് അയച്ചത്. ഡാ, ഞാൻ നിന്നെ വിളിക്കട്ടെ, നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ, അതിനെന്താ കുഴപ്പം, ചേച്ചി വിളിച്ചോ, ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ചേച്ചി വാട്സപ്പിൽ എന്നെ വിളിച്ചു. ഹലോ ഡാ, കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്, പറ ചേച്ചി. ഡാ, ഞാനെല്ലാം കണ്ടു, എനിക്കെല്ലാം മനസ്സിലായി. രാജേട്ടൻ ഞാൻ വിചാരിച്ച പോലുള്ള ഒരാളല്ല. എന്തൊക്കെയാ ആ ഗ്രൂപ്പിൽ നടക്കുന്നത്? ഇപ്പോൾ മനസ്സിലായില്ല ചേച്ചിക്ക് അന്ന് രാജേട്ടൻ അയാളെ എന്തിനാ വിളിച്ചുകൊണ്ട് വന്നതെന്ന്? ഞാൻ ചോദിച്ചു. ആടാ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എന്നെ പറ്റിയൊക്കെ ഓരോരുത്തരുമാർ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് പോലും എന്തൊക്കെയോ തോന്നിപ്പോയി. എന്ത് തോന്നിപ്പോയെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഒന്ന് പോടാ, എന്നെ കളിയാക്കാതെ. അല്ല ചേച്ചി, ചേട്ടനോട് ചോദിച്ചോ അതിനെപ്പറ്റി വല്ലതും? ഏയ്, ഞാനൊന്നും ചോദിച്ചില്ല. അപ്പോഴേക്കും അങ്ങനെ കുടിച്ച് ഒരു മൂലയിലായി. അല്ല, അപ്പോൾ ചേച്ചി ചോദിക്കുന്നില്ലേ? ഏയ് ഇല്ലടാ, ഞാനിനി ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇനി അതും പറഞ്ഞായിരിക്കും അടുത്ത അടി.
അല്ല, അപ്പോൾ ചേച്ചിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ലേ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ഉണ്ടടാ, ഇല്ലെന്നല്ല. എനിക്ക് തോന്നില്ലടാ ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ നിർത്താൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ മാത്രമൊന്നും അല്ല, രാജേട്ടൻ്റെ കൂട്ടുകാരന്മാരുടെ എല്ലാ ഭാര്യമാരും അതിലുണ്ട്. അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിന് ചേച്ചി, അവർക്കറിയില്ലല്ലോ അവരുടെ ഭർത്താക്കന്മാർ ഈ ചെയ്യുന്നതൊന്നും. അറിഞ്ഞാൽ എല്ലാത്തിനെയും ഓടിക്കും, നോക്കിക്കോ. ഓ, എനിക്ക് തോന്നില്ല. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഞാൻ തന്നെ അത് കണ്ടപ്പോൾ ഒന്ന് ആശിച്ചു പോയടാ. ആഹാ, കൊള്ളാലോ ചേച്ചി. ഞാനാകെ പേടിച്ചിരുന്നു ചേച്ചി ഇതൊക്കെ കണ്ട് ആകെ പ്രശ്നമാക്കുമോ എന്ന് കരുതി. ഇതിപ്പോൾ മറ്റേ പഴഞ്ചൊല്ല് പോലെ ആയല്ലോ. അത് പിന്നെ നിന്നോട് പറയാലോടാ, എനിക്കും ഇതൊക്കെ തോന്നിയിരുന്നു. പക്ഷേ രാജേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിയായിരുന്നു ഞാൻ മിണ്ടാതിരുന്നത്. ഇതിപ്പോൾ രാജേട്ടനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കാര്യവും ഈസി ആയില്ലേടാ. ഓ, അപ്പോൾ ചേച്ചിക്ക് രാജേട്ടൻ അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണോ? ആ, അതിനിപ്പോൾ എന്താടാ, പൊക്കോട്ടെ. എത്രയെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ ആർക്കായാലും മടുക്കില്ലേ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കും വേണം ഈ ഫ്രീഡം, അല്ലെങ്കിൽ ഞാനും സമ്മതിക്കില്ല. ആഹാ, കൊള്ളാം. ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഫോട്ടോസിന് പോസൊക്കെ ചെയ്യാമല്ലോ ചേച്ചിക്ക്. ഞാൻ പറഞ്ഞു. അത് ശരിയാ. ഇനിയൊരു കലക്ക് കലക്കണം. എല്ലാത്തിനെയും ഞാൻ എൻ്റെ പിറകെ വരുത്തും. അല്ലടാ, നീ അന്ന് എൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ടില്ലേ? ആ, കണ്ടു. എന്നിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ എന്നോട്? എന്ത് തോന്നാൻ? ചേച്ചി എൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, പിന്നെ എനിക്കൊന്നും തോന്നില്ല. ഒന്ന് പോടാ, കള്ളം പറയാതെ. ഞാൻ ആ ഗ്രൂപ്പിൽ കണ്ടു. എല്ലാവരും എന്നെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിനക്ക് മാത്രം എന്താ ഒന്നും തോന്നാത്തത്? നീ എന്താ ആണല്ലേ? എന്താ ചേച്ചി, എൻ്റെ ആണത്തം ഞാൻ കാണിക്കണോ? ഓ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. രാത്രിയായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനങ്ങ് വന്നാനേ, ഞാൻ ആരാണെന്ന് അറിയിക്കാൻ. കിടന്ന് വീമ്പിളക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വാ, എന്നിട്ട് മാസ് കാണിക്ക്. അല്ലാതെ വലിയ ഡയലോഗ് അടിക്കല്ലേ മോനെ. ഇപ്പോൾ വരാനോ? ഇപ്പോൾ ഞാൻ എങ്ങനെ വരാനാ ചേച്ചി? ആ, അതാ പറയുന്നത്, വെല്ലുവിളിക്കുമ്പോൾ നോക്കി വെല്ലുവിളിക്കണമെന്ന്. നിനക്ക് ആ തലയിണയും കെട്ടിപ്പിടിച്ച് കിടക്കാനേ അറിയൂ, ചേച്ചി പറഞ്ഞു. ഓ, ഈ പറയുന്ന ആൾക്ക് എല്ലാം അറിയാലോ. ഞാൻ കണ്ടു ചേച്ചിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഒരു പച്ച പാവത്തിനെ പോലെ. ഓ, അതൊക്കെ നീ കണ്ടോ? ഡാ മണ്ട, അതൊക്കെ രാജേട്ടൻ തന്നെയാണ് എന്നെ ആ ഗ്രൂപ്പിൽ ആഡാക്കിയത്. പിന്നെ ഒരു കാര്യം, നീ അന്ന് ആ ഗ്രൂപ്പ് തുറന്ന് നോക്കിയതെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ പിന്നെ ഒന്നും അറിയാത്ത പോലെ നിൻ്റെ മുന്നിൽ അഭിനയിച്ചതാ മോനെ. ആഹാ, കൊള്ളാലോ. നിങ്ങൾ ഫാമിലി മൊത്തം ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണല്ലോ. ഞാൻ എങ്ങനെയാണെന്നാവോ ഇതിൽ വന്ന് പെട്ടത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഫാമിലിക്ക് എന്താടാ പ്രശ്നം? അയ്യോ, ഒരു പ്രശ്നമില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. ആർക്കും ഒന്നും രണ്ടും ഒന്നും പോരാ, നടന്നു കൊടുക്കണം. ഓ, നീ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടു നിൻ്റെ നോട്ടം. ഞാൻ പിന്നെ ചേച്ചിയുടെ മകനിലെന്ന് കരുതി ഒന്നും പറയാതിരുന്നതാ. ഓ പിന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി അങ്ങ് ഒലത്യാനെ. ചേച്ചിയുടെ സകല കള്ളക്കളിയും എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടല്ലേ ചേച്ചി ഇതെല്ലാം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഇതൊന്നും അറിയാതെ ചേച്ചി നടക്കേണ്ടി വന്നാനെ. എന്നിട്ട് എന്നോട് വലിയ ഡയലോഗ് അടിക്കുന്നു. ഞാൻ പറഞ്ഞു, ഡാ, അതിന് നിനക്കെന്താടാ കുഴപ്പം? എൻ്റെ ഭർത്താവ് പറയുന്നവരോടൊപ്പം ഞാൻ പോകും. നിനക്കൊന്നും അതിന് യോഗമില്ല, അത്ര വിചാരിച്ചാൽ മതി. അല്ലാതെ എന്നോട് കിടന്ന് കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല മോനെ. ഓ, ആരുടെ കുരുവ പൊട്ടുന്നതെന്ന് എനിക്കറിയാം. എല്ലാം പറഞ്ഞു തന്നത് ഞാനല്ലേ, ഇപ്പോൾ ഞാൻ പുറത്ത്. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാടാ, നിന്നെ ഒന്ന് ചൂടാക്കാൻ. നീ വിഷമിക്കല്ലേ. എനിക്കെന്ത് വിഷമം? നിങ്ങളൊക്കെ വലിയ പുള്ളികളല്ലേ, നമ്മൾ വെറും പാവങ്ങൾ. നമുക്ക് നിങ്ങളുടെ അത്ര ധൈര്യമൊന്നും ഇല്ലേ? ഡാ, നീ അത് വിട്. നീ ഇങ്ങോട്ട് വാടാ. ഇപ്പോഴോ? അതിനെന്താടാ, നിനക്ക് ബൈക്കില്ലേ? എടുത്തിട്ട് വാടാ. ഏയ്, ഒന്ന് പൊക്കെ ചേച്ചി. ഇപ്പോൾ തന്നെ 12 മണി ആകാറായി. എനിക്ക് പേടിയാ, ആരെങ്കിലും കാണും. എന്നാ പേടിച്ചോണ്ട് നീ അവിടെ ഇരുന്നോ. അതിന് തന്നെയാ നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. വലിയ ആണാണത്രേ പേടിത്തൊണ്ടൻ.
ചേച്ചി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരും. പിന്നെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്നൊന്നും പറയരുത്. ഏയ്, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. നീ വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കതിന് ഒരു കുഴപ്പമില്ല. ആണോ? എന്നാ ഞാൻ വരട്ടെ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. നീ വാടാ, നീ എന്തിനാ പേടിക്കുന്നത്? അല്ല ചേച്ചി, രാജേട്ടനില്ലേ അവിടെ? രാജേട്ടൻ കണ്ട പ്രശ്നമാകില്ലേ? അങ്ങേരവിടെ ഫുൾ ഔട്ടായി കിടക്കാടാ. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇനിയിപ്പോൾ നാളെ നോക്കിയാൽ മതി അങ്ങേരെ. അതിന് മാത്രം വലിച്ചു കയറ്റിയോ രാജേട്ടൻ? ആ, ഇടയ്ക്ക് അങ്ങനെ ഒരു കുടിയാ. കുടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ഇന്നിപ്പോൾ അത്യാവശ്യത്തിന് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. നീ ധൈര്യമായിട്ട് വാടാ. അങ്ങനെയാണെങ്കിൽ ചേച്ചി, ഞാൻ നാളെ വന്നാലോ? ഇന്നിപ്പോൾ സമയം ഇത്ര ആയില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ നീ ഇപ്പോൾ വാ. ഇല്ലെങ്കിൽ പിന്നെ നീ ഏരിയയിലേക്ക് വരണ്ട. അതെന്താ ചേച്ചി ഇപ്പോൾ തന്നെ വരാൻ വാശി പിടിക്കുന്നത്? എന്താ ചേച്ചിയുടെ പ്രശ്നം? ഓ, അപ്പോൾ എൻ്റെ പ്രശ്നം നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേടാ? നീ വല്ലാത്തൊരു പൊട്ടൻ തന്നെയാണല്ലോ. ഇനി നീ വരണ്ട. തൽക്കാലം ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അത് പിന്നെ ചേച്ചി, ഈ പാതിരാത്രിക്കെല്ലാം വരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വരാനാ? അതും ചേച്ചിയുടെ വീട്ടിലേക്കുള്ള ആ ചെറിയ ഇരുട്ടുമൂടിയ റോഡിലൂടെ. അതാ ഞാൻ പറഞ്ഞത് നീ വരണ്ടെന്ന്. നീ പോയി ഉറങ്ങിക്കോ. അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളത്. ചേച്ചി ദേഷ്യത്തോട് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എനിക്കാകെ എന്തോ പോലെയായി. പോകാമെന്ന് വെച്ചാൽ ഈ സമയം എങ്ങനെയാ അത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോവാ എന്നായി എൻ്റെ ചിന്ത. പിന്നെ ഞാൻ ഒരു ധൈര്യമില്ലാത്തവനാണെന്ന് ചേച്ചി വിചാരിക്കും എന്നായി മനസ്സിൽ. ഞാൻ ഫോണെടുത്ത് ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ നാളെ വന്നാൽ മതിയോ എന്ന്. പക്ഷെ ചേച്ചി അതിനൊരു റിപ്ലൈയും തന്നില്ല. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് വേറൊരു മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അനിയത്തിയായിരുന്നു അത്. എന്താ ചേട്ടാ, ഉറങ്ങിയില്ലേ? ഓൺലൈനിലുണ്ടല്ലോ. അവളുടെ മെസ്സേജായിരുന്നു അത്. ഞാൻ തിരിച്ച് മെസ്സേജ് അയച്ചു. അത് പിന്നെ നിനക്ക് നമ്മളെയൊന്നും മൈൻഡില്ലല്ലോ. അത് ചേട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് കോൾ ചെയ്യായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അവർക്കൊന്നും ബന്ധം തടസ്സമില്ലല്ലോ. നമുക്കല്ലേ ബന്ധങ്ങളെല്ലാം തടസ്സം. ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോ ചേട്ടാ, ചേട്ടനും ആരൊക്കെയായിട്ട് കൊഞ്ചിയിരിക്കുകയായിരുന്നില്ലേ? ഓക്കെ, നടക്കട്ടെ. അതൊന്നും നമ്മളോട് പറയരുത്. മറ്റെല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടി, അത് ശോഭേച്ചയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു. ശോഭേച്ചിയോ? ശോഭേച്ചി എന്തിനാ ഈ സമയത്ത് മെസ്സേജ് അയക്കുന്നത്? അവൾ എന്നോട് ചോദിച്ചു. ആ, അതൊക്കെയുണ്ട്. ഞാനെല്ലാം പിന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവൾ എന്നോട് ചോദിച്ചു. എടി, അത് ശോഭേച്ചി എന്നോടിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. ഇപ്പോഴോ? ഈ 12 മണിക്ക് ശോഭേച്ചിക്ക് എന്താ വട്ടായോ? അല്ലടി, ശോഭേച്ചിക്കാകെ പിടിവിട്ട് നിൽക്കുക. അതിനാ എന്നെ വിളിക്കുന്നത്. അമ്പടാ, നീ ആൾ കൊള്ളാലോ. അവിടെ എത്തിച്ചോ നീ കാര്യങ്ങളുടെ കിടപ്പൊക്കെ? എടി, ഞാൻ എത്തിച്ചതൊന്നും അല്ല, ചേച്ചി തന്നെ എത്തിച്ചതാ. ചേച്ചി നമ്മളൊന്നും വിചാരിക്കുന്ന പോലുള്ള ആളല്ല. ഞാൻ അവളോട് പറഞ്ഞു. ആ, അതൊക്കെ എനിക്ക് പണ്ടേ അറിയാം, അവൾ പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാം? ചേട്ടാ, ഒരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിനെ അറിയാൻ പറ്റൂ. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ചേട്ടൻ കയറി പൊളിക്ക്, ഞാനുണ്ട് കൂടെ. എടി, അതിന് ചേച്ചി എന്നോട് വഴക്കിട്ട് പോയി. മെസ്സേജ് നോക്കുന്ന പോലും ഇല്ല. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. നീ ആദ്യം ചേച്ചിക്കൊരു വീഡിയോ കോൾ ചെയ്. വീഡിയോ കോളോ? അപ്പോൾ അങ്ങോട്ട് പോകണ്ടേ? ഓ, അതൊക്കെ പോവാടാ. അതിന് മുമ്പ് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം ചേട്ടൻ കോള് ചെയ്. ആടി, ഞാൻ വിളിച്ചോളാം. എന്നിട്ട് ചേട്ടൻ ശോഭേച്ചിയുടെ ആ പിണക്കൊന്ന് മാറ്റ്. അത് കഴിഞ്ഞ് ഞാൻ തുറന്നു തരാൻ കഥക്. ചേട്ടൻ പോയിട്ട് വാ. അല്ലടി, ഞാനങ്ങനെ പിണക്കം മാറ്റുക, അതും വീഡിയോ കോളിലൂടെ? എടാ മണ്ടൻ ചേട്ടാ, ഈ ചേട്ടന് ഒന്നും അറിയാനും പാടില്ല. എന്നാൽ കാര്യങ്ങൾ നടക്കുകയും വേണം. അത് പോട്ടെ, ചേട്ടൻ മാറ്റണ്ട, ചേച്ചി മാറ്റിക്കോളും. ചേട്ടൻ വേഗം വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ ചേച്ചി ഇപ്പോൾ ഉറങ്ങും. ആടി, ഞാൻ വിളിച്ചു നോക്കാം. പിന്നെ ഒരു കാര്യം, ഒന്നിനും മടി കാണിച്ച് നിൽക്കണ്ട. ചേച്ചിയുടെ കൂടെ എല്ലാം ചെയ്തോളണം. ആടി, ഞാൻ വിളിച്ചു നോക്കട്ടെ. അങ്ങനെ ഞാൻ വേഗം ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. കോളെടുത്ത ചേച്ചിയെ കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി.
ആ തരത്തിലായിരുന്നു ചേച്ചിയുടെ നിൽപ്പ്. എന്താടാ, എന്തിനാ നീ ഇപ്പോൾ വിളിച്ചത്? ചേച്ചി ചെറിയ കലിപ്പിൽ ചോദിച്ചു. അത് എന്താ ചേച്ചി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തെ? അതുകൊണ്ട് വിളിച്ചതാ, ഞാൻ ചോദിച്ചു. ആ, ഞാനൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അല്ല, എന്തിനാ നീ വിളിച്ചത്? നീ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, നിനക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി, ഞാൻ പറഞ്ഞു. അതെന്താടാ നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? പോയിക്കിടന്നുറങ്ങ്, നിനക്കൊക്കെ അതൊക്കെ പറ്റുള്ളൂ. എന്തിനാ ചേച്ചി ചേച്ചി ചൂടാവുന്നത്? ഈ സമയത്ത് ഞാൻ എങ്ങനെ വരാനാണ്? ചേച്ചിക്ക് അറിയില്ലേ? അതെനിക്കറിയാം, പക്ഷേ എൻ്റെ ഈ ചിന്ത മാറ്റാൻ എനിക്കിപ്പോൾ ആരെങ്കിലും കിട്ടണം. ഞാനാകെ പണ്ടാരടങ്ങി നിൽക്കാടാ. അതെന്താ ചേച്ചി ഇന്ന് ഇത്രയും ആഗ്രഹം തോന്നിയത്? ഞാൻ ചോദിച്ചു. അത് പിന്നെ ഓരോരുത്തർമാർ എന്നെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലടാ. അതാ ഞാൻ നിന്നെ വിളിക്കുന്നത്. ഓ, അപ്പോൾ ചേച്ചിക്ക് അവർ ചേച്ചിയെ പറയുന്നതെല്ലാം ഇഷ്ടമാണോ? പിന്നെ ഇല്ലാതെ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഇതൊക്കെ രാജേട്ടന് ഇഷ്ടമുള്ള കാര്യമല്ലേ? ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചേച്ചിയെ കാണാൻ ആഗ്രഹം തോന്നാൻ തുടങ്ങി. ചേച്ചി, ഞാൻ ചേച്ചിയെ വിളിച്ചു. എന്താടാ? അത് ചേച്ചി, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? വാടാ, ഇതിനല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ വാ, നമുക്ക് ഇന്നിവിടെ ആഘോഷിക്കാം. ചേച്ചി പറഞ്ഞത് കേട്ട് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഓക്കെ, ഞാൻ വരാം എന്നും പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. ഞാൻ വേഗം ഒരുങ്ങി പതിയെ കതക് തുറന്നു. അമ്മ നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. ഞാൻ പതിയെ അനിയത്തിയുടെ റൂമിൻ്റെ കതകിൻ്റെ അടുത്ത് പോയി. കതകിനടുത്തെത്തിയപ്പോൾ അനിയത്തിയുടെ സംസാരം കേട്ടു. തെണ്ടി ആരുടെ കൂടെ വീഡിയോ കോളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ കതകിൽ 2 തട്ട് തട്ടി. അവൾ പെട്ടെന്ന് വന്ന് കതക് തുറന്ന് എൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു, എന്താ പോവാണോ? ആടി, ഞാൻ പോവാ, ഞാൻ അവളോട് പറഞ്ഞു. ഈ സമയത്തോ? അവൾ ചോദിച്ചു. അതേടി, എനിക്കിനി പിടിച്ചിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോട്ടെ. പൊക്കോ, എനിക്കറിയായിരുന്നു ഇതെങ്ങനെ അവസാനിക്കുമെന്ന്. അതാ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്, അവൾ പറഞ്ഞു. ഡി, നീ വന്ന് കഥ കിടക്ക്, ഞാൻ പോട്ടെ. ആ, അല്ല, ഇനി എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അവൾ ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല, നീ വന്ന് കഥ കിടക്ക്. അങ്ങനെ ഞങ്ങൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡി, ഞാൻ പോവാ, നീ കഥകളെല്ലാം അടച്ചേക്ക്. ആ, അല്ല, നീ വരുമ്പോൾ എങ്ങനെ അകത്ത് കയറും? അത് ഞാൻ നിന്നെ വിളിച്ചോളാടി, നീ അപ്പോൾ വന്ന് തുറന്ന് തന്നാൽ മതി. അയ്യടാ, ഒന്ന് പൊക്കെ, അപ്പോൾ എനിക്ക് ഉറങ്ങണ്ടേ? നീ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കാനോ? അവൾ ചോദിച്ചു. ഓ, അല്ലെങ്കിൽ നീ ഉറങ്ങിയിട്ട് നിനക്ക് എന്താ പണിയെന്നൊക്കെ എനിക്കറിയാം. ഇനി എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ടോടി? ഞാൻ അവളോട് ചോദിച്ചു. അത് കേട്ട് ദേഷ്യത്തോടെ അവൾ കതകടച്ച് അകത്തേക്ക് പോയി. ഞാൻ ബൈക്കെടുത്ത് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. റോഡിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. നല്ല കൂരിരുട്ട്. ചെറിയ പേടിയുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് ഞാൻ അങ്ങോട്ട് കത്തിച്ചു വിട്ടു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തി ഞാൻ ബൈക്ക് ഗേറ്റിനോട് ചാരി നിർത്തിയിട്ട് ഗേറ്റ് തുറന്ന് പതിയെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് നോക്കിയ ഞാൻ കണ്ടത് കതക് തുറന്നു പിടിച്ച് ചേച്ചി എന്നെയും കാത്ത് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ വേഗം ഓടിച്ചെന്ന് വീട്ടിലേക്ക് കയറി. ചേച്ചി, രാജേട്ടൻ അവിടെ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ദാ അവിടെ കിടക്കുന്നുണ്ട് എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള വിലപ്പെട്ട നിമിഷങ്ങൾ ആഘോഷമാക്കി. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചി, അല്ലടാ, നീ പോകുന്നില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇന്നിവിടെ നിന്നോ, രാവിലെ പോകാം, ചേച്ചി പറഞ്ഞു. ഏയ്, അത് പറ്റില്ല, ഞാൻ പോട്ടെ. അങ്ങനെ ഞാൻ അവിടുന്ന് ബൈക്കെടുത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഏകദേശം രാത്രി 2 മണിയോളം ആയിട്ടുണ്ടാകും. വീട്ടിലെത്തി ഞാൻ പതിയെ ബൈക്ക് മുറ്റത്തേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. ഇനി വീടിനകത്തേക്ക് കയറണമെങ്കിൽ അനിയത്തി വന്ന് കതക് തുറന്നു തരണം. ഞാൻ അവൾക്ക് കോൾ ചെയ്തു.
എത്ര വിളിച്ചിട്ടും അവൾ കോൾ എടുക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ അവിടെ ഒരു കല്ലിലിരുന്നു. എനിക്കാണെങ്കിൽ ആ സമയം ഉറക്കവും വരുന്നുണ്ടായി. ഞാൻ വീണ്ടും ഫോണെടുത്ത് വിളിച്ചു നോക്കി. പക്ഷേ അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഞാൻ ആ പറഞ്ഞതിലുള്ള ദേഷ്യമായിരിക്കുമോ എന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഞാൻ നോക്കുമ്പോൾ ശോഭേച്ചിയാണ് വിളിക്കുന്നത്. ഞാൻ വേഗം കോൾ എടുത്തു. ഡാ, നീ വീട്ടിലെത്തിയോ? ചേച്ചി ചോദിച്ചു. ആ, ഞാൻ വീട്ടിലെത്തി ചേച്ചി. അല്ല, എന്താ വിളിച്ചത്? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ, വല്ല പോലീസ് ചെക്കിങ്ങിൽ പോയി പെട്ടോന്നറിയാൻ വിളിച്ചതാ. ഏയ്, പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു പണി കിട്ടിയിരിക്കാം. എന്താടാ, എന്തു പറ്റി? ചേച്ചി ചോദിച്ചു. അത് പിന്നെ വീട് ഫുള്ള് ലോക്കാണ്, അകത്ത് കയറാൻ പറ്റുന്നില്ല. അല്ല, അപ്പോൾ നീ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? നീ വന്നതിന് ശേഷം ആരാ വാതിൽ ലോക്ക് ചെയ്തേ? അത് മീരയാണ്. ഏ, മീരയോ? അപ്പോൾ നീ മീരയോട് എവിടെ പോവാന്നാ പറഞ്ഞേ? അത് ഞാൻ ചേച്ചിയെ കാണാൻ വരുവാണെന്ന് പറഞ്ഞു. ഏ, എന്നെ കാണാനോ? അപ്പോൾ അവൾ ചോദിച്ചില്ലേ ഈ സമയത്ത് എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന്? അത് ചേച്ചി, അവൾക്കെല്ലാം അറിയാം. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏ, എന്താടാ നീ പറയുന്നേ? മീരക്കെല്ലാം അറിയാമെന്നോ? ആ, അതെ ചേച്ചി, അവളാ എന്നോട് ചേച്ചിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞത്. ഡാ, മീരയോ? അവൾ ചെറിയ കുട്ടിയല്ലേ, അവളോട് എന്തിനാ നീ ഇതൊക്കെ പോയി പറഞ്ഞത്? അത് ചേച്ചി, ഞാൻ പറഞ്ഞതല്ല. അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം, അത് വെച്ച് കണ്ടുപിടിച്ചതാ. എന്നാലും ഞാനിനി എങ്ങനെയാടാ അവളുടെ മുഖത്ത് നോക്കുക? അത് കുഴപ്പമില്ല, അവൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഡാ, എന്നാലും ഇനി അവൾ അമ്മയോട് വല്ലതും പറഞ്ഞു കൊടുക്കുമോ? ഏയ്, അവളത്ര മണ്ടിയൊന്നുമല്ല. അവൾ ചേച്ചിയേക്കാൾ വലിയ പുള്ളിയാ, ഞാൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നാൽ കൊള്ളാം. അല്ലടാ, ഞാൻ ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിക്കാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഫ്രണ്ട്സ് പോലെയാ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും. തുറന്ന് പറഞ്ഞ് അവസാനമെല്ലാം തുറന്ന് വെക്കരുത്. എന്തായാലും നിനക്ക് കൊള്ളാം. അല്ലടാ, എന്നിട്ട് നീ അവിടെ പുറത്തേക്കാൻ തീരുമാനിച്ചോ? ചേച്ചി ചോദിച്ചു. ഏയ്, ഇല്ല ചേച്ചി, അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. നീ അവളോട് പറഞ്ഞില്ലേ ഞാൻ വരുമ്പോൾ വിളിക്കാമെന്ന്? ആ, അതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇറങ്ങാൻ നേരം അവളും ഞാനൊന്ന് ഉടക്കി. അതെന്ത് പറ്റിയടാ? ചേച്ചി ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്തോ പറഞ്ഞു, അവൾക്കത് പറ്റിയില്ല. അവൾ കതകടച്ച് അകത്ത് കയറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേടാ, ഇന്നിവിടെ നിന്നോ, നാളെ പോയാൽ മതിയെന്ന്. നീ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പ്രശ്നം. അത് പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ നിൽക്കുക? രാജേട്ടനോ കുട്ടികളോ കണ്ട എന്താ അവസ്ഥ? അതൊക്കെ പോട്ടെ, രാവിലെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അമ്മ ചോദിക്കില്ലേ നീ എവിടെ പോയെന്ന്? ഞാൻ പറഞ്ഞു. ആ, അതൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അല്ല, നീ പോയി അവളുടെ ജനൽവാതിൽ പോയി തട്ടി നോക്ക്, ചിലപ്പോൾ കേട്ടാലോ. ഓ, എനിക്കൊന്നും വയ്യ, എന്നിട്ട് വേണം അമ്മ കേൾക്കാൻ. അല്ലെങ്കിൽ തന്നെ ഒരു പ്രശ്നം തീർന്നിട്ടില്ല, ഇനി ഇതും കൂടി അയാൾ തീർന്നു. അതെന്താടാ, ആ പാർക്കിൽ പോയ പ്രശ്നമാണോ? ആ, അത് തന്നെ. എന്നാ നീ ഒരു കാര്യം ചെയ്. എന്താ ചേച്ചി? തൽക്കാലം നീ അവിടെ ഇരുന്നോ. ഇനിയിപ്പോൾ 1-2 മണിക്കൂറല്ലേ ഉള്ളൂ നേരം വെളുക്കാൻ. ആ, അതെനിക്കറിയാം, ഞാൻ ഇരുന്നോളാം. ചേച്ചിയുടെ ആവശ്യം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ചേച്ചിക്ക് കുഴപ്പമില്ലല്ലോ, ഞാനല്ലേ പെട്ടത്. അതെന്താടാ നീ അങ്ങനെ പറയുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരാ നിനക്ക്? ചേച്ചി പറഞ്ഞു. ആഹാ, അതെന്താ ചേച്ചി അപ്പോൾ പറയാനേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്നാനേ, ഞാൻ പറഞ്ഞു. അത് പിന്നെ ഒന്ന് കഴിഞ്ഞപ്പോൾ അത് മതിയെന്ന് കരുതി. ഇപ്പോൾ തോന്നുന്നു ഒന്നുകൂടി ആകാമായിരുന്നു എന്ന്. തോന്നും. ഇതെപ്പോഴും തോന്നിയാൽ മതി. അല്ല, ഇനി എന്നെ മറക്കുമോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇനി പുതിയ ആൾക്കാരെയൊക്കെ കിട്ടില്ലേ, അപ്പോൾ പിന്നെ നമ്മളെ ആവശ്യമുണ്ടാകുമോ? ഓ, അങ്ങനെ. അതിന് ഞാൻ കണ്ടതൊന്നും രാജേട്ടന് അറിയില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടേടാ.
ഉം. അല്ല, അപ്പോൾ രാജേട്ടൻ ഇനിയും ഫോട്ടോസ് ഗ്രൂപ്പിലിടില്ലേ? ആ, അത് ഇട്ടോട്ടേടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്വന്തം ഭർത്താവല്ലേ ചെയ്യുന്നത്, വേറെ ആരും അല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നത്? ചേച്ചി പറഞ്ഞു. അത് കൊള്ളാം, നല്ല തീരുമാനം. പക്ഷേ ഒന്ന് സൂക്ഷിച്ചോ. ഇനിയും ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരും രാജേട്ടൻ. അപ്പോൾ പണി കിട്ടും, നോക്കിക്കോ. ഏയ്, അതിനൊന്നും എനിക്കിനി കുഴപ്പമില്ല മോനെ. ഞാനും അങ്ങനൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ആഹാ, എന്നാ കാത്തിരുന്നോ. പക്ഷേ നമ്മളെ മറക്കരുത് കേട്ടോ. ഏയ്, നീ എൻ്റെ മുത്തല്ലേടാ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അല്ല, ചേച്ചി ഉറങ്ങുന്നില്ലേ? ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? അല്ലടാ, ഞാൻ പോവാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, രാവിലെ എഴുന്നേക്കാനുള്ളതാ. എന്നാൽ ശരി, പൊക്കോ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ചേച്ചി കോൾ കട്ട് ചെയ്ത് പോയതിനു ശേഷം ഞാൻ പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. കുറച്ചു നേരം വീടിൻ്റെ ബാക്കിൽ വന്നിരുന്നു. അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ രാവിലെ അമ്മ വന്ന് കാണുമ്പോൾ പ്രശ്നമാകും. പിന്നെ വല്ല പാമ്പും മറ്റും വന്നാലോ എന്നുള്ള പേടിയും. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ഞാൻ ശരിക്കും പെട്ട അവസ്ഥയിലായി. സമയമാണെങ്കിൽ പോകുന്നുമില്ല. ഇരുന്നെനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനം പതിയെ എഴുന്നേറ്റ് അനിയത്തിയുടെ ജനൽവാതിലിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യം മെല്ലെ 2 തട്ടി നോക്കി. പക്ഷേ അകത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഞാൻ വീണ്ടും തട്ടാൻ തുടങ്ങി. അമ്മ കേൾക്കുമോ എന്നോർത്ത് ഞാൻ വളരെ പതിയാണ് തട്ടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവളുടെ റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. അത് കണ്ട് ഞാനും ഒന്ന് ഹാപ്പിയായി. അവൾ വന്ന് ജനൽവാതിൽ തുറന്നു. ഡി, കഥ തുറക്ക്, ഞാൻ അവളോട് പറഞ്ഞു. ഓ, വെടിവഴിപാടെല്ലാം കഴിഞ്ഞോ? അവൾ എന്നെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ആ, കഴിഞ്ഞു. നീ വേഗം കഥവ് തുറക്ക്, എനിക്ക് ഉറക്കം വരുന്നു. ഓ, അപ്പോഴേക്കും ക്ഷീണിച്ചോ മോൻ? തൽക്കാലം മോനൊന്ന് പുറത്ത് കിടന്നാൽ മതി, ഞാൻ തുറന്നു തരില്ല വാതിൽ, അവൾ പറഞ്ഞു. ഡി, പ്ലീസ് അങ്ങനെ പറയല്ലേ, എനിക്ക് ഉറക്കം വരുന്നു. രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. പ്ലീസ് ഡി, ഒന്ന് കഥക് തുറക്ക്. ഓ, അന്ന് ചേട്ടൻ പോകുമ്പോൾ ഓർത്തില്ല. എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? എല്ലാത്തിനും കൂടെ നിന്നിട്ട് എനിക്ക് അത് തന്നെ കേൾക്കണം. ഇനി ഒന്നിനും ഞാനില്ല, ഞാൻ പോയി കിടക്കാൻ പോവാ, അവൾ പറഞ്ഞു. എടി, ഞാൻ കാല് പിടിക്കാം, ഒന്ന് തുറന്നതാ. അമ്മ വല്ലത് അറിഞ്ഞാൽ ശോഭിച്ച് കുടുങ്ങും. ഓ, അവൻ്റെ ഒരു ശോഭേച്ചി. എല്ലാം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ എൻ്റെ സഹായം വേണ്ടല്ലോ അല്ലേ? ആര് പറഞ്ഞു നിൻ്റെ സഹായം വേണ്ടെന്ന്? ഇനി അങ്ങോട്ടാ എനിക്ക് നിൻ്റെ സഹായം വേണ്ടത്. ഇപ്പോൾ ചെന്ന് എൻ്റെ വാതിൽ തുറക്ക് എൻ്റെ പൊന്നു മോള്. ഞാൻ തുറന്നു തരാം. പക്ഷേ എനിക്ക് നീയൊരു ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഞാൻ തുറന്നു തരാം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞാൻ പറയാം. ആദ്യം നീ വാക്കുതാ. ഓക്കെ, സമ്മതിച്ചു. പോയി കഥക് തുറക്ക്. ഉറപ്പല്ലേ? വാക്ക് മാറ്റില്ലല്ലോ? ഇല്ലടി, ഉറപ്പ്. നീ പോയി തുറക്ക്. ആ, വാ, ഞാൻ തുറന്നു തരാം. അവൾ അതും പറഞ്ഞ് പുറയിലെ കഥക് തുറന്നു വന്നു. ഞാൻ അകത്തേക്ക് കയറി നേരെ റൂമിലേക്ക് പോയി കിടന്നു. ഡാ, അപ്പോഴേക്കും കിടന്നോ? അവൾ വന്ന് എന്നെ തട്ടി ഉണർത്തി ചോദിച്ചു. ഓഫ്, എന്താണ് നിൻ്റെ പ്രശ്നം? ഞാൻ കുറച്ചൊരൊന്ന് ഉറങ്ങട്ടെ. അയ്യടാ, അങ്ങനെ ഉറങ്ങണ്ട. എന്തായി, കഞ്ഞി പരിപാടി പൊട്ടിയോ? ഒന്ന് പോടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കുറങ്ങണം, നീ ഒന്ന് പൊക്കെ, ഞാൻ പറഞ്ഞു. അയ്യടാ, എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ചേട്ടനങ്ങനെ ഉറങ്ങണ്ട, വാ. അയ്യോ, ഒന്ന് പോടി, അമ്മ വല്ലതും കണ്ടാൽ തീർന്നു. നിനക്ക് തീരെ ബോധമില്ലേ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ, അത് പറയാനാ. അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഓഹ് എടി, ദയവേത് നീ ഒന്ന് പോ. നാളെ നേരം വെളുത്ത ഉടനെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടോളാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ ചേട്ടൻ എന്നെ കോളേജിൽ വിട്ടാൽ മതി. ആ ശരി, സമ്മതിച്ചു, നീ ഒന്ന് പോ. അങ്ങനെ അത് കേട്ട് അവൾ റൂമിലേക്ക് പോയി. ഉച്ചയിലെത്തിയ ഉറക്കം പിടിച്ചു വെക്കാനാവാതെ ഞാൻ അവിടെ കിടന്നുറങ്ങി. രാവിലെ എൻ്റെ റൂം തുറന്നു കിടക്കുന്നത് കണ്ട് അമ്മ എൻ്റെ റൂമിലേക്ക് വന്നു. എൻ്റെ ഡ്രസ്സും കിടപ്പും കണ്ട് അമ്മ ചോദിച്ചു. ഡാ, നീ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു? ഞാൻ ഒന്നും പറയാതെ തിരിഞ്ഞു കിടന്നു.
എൻ്റെ റൂമിലേക്ക് വന്ന അനിയത്തിയോടും അമ്മ ചോദിച്ചു, എടി ഇന്നലെ ഇവൻ എവിടെയെങ്കിലും പോയിരുന്നോ? ആ, എനിക്കറിയില്ല. എന്താ അമ്മേ പ്രശ്നം? അവൾ ഒന്നും അറിയാത്ത പോലെ അമ്മയോട് ചോദിച്ചു. ഇവൻ എവിടെന്നാ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് കിടക്കുന്നത്? സാധാരണ ഇവൻ ഇങ്ങനെയല്ലല്ലോ കിടക്കാറ്. ആ, അത് ചിലപ്പോൾ എവിടെയെങ്കിലും പോവാൻ തീരുമാനിച്ചു, പിന്നെ മടി തോന്നിയപ്പോൾ അവിടെ കിടന്നുറങ്ങിയതാവും, അവൾ അമ്മയോട് പറഞ്ഞു. അതും വിശ്വസിച്ച് അമ്മ അടുക്കളയിലേക്ക് പോയി. ചേട്ടാ എഴുന്നേക്ക്, നേരം വെളുത്തു, അവൾ എന്നെ വിളിച്ചു. ഒന്ന് പൊക്കേടി, ഞാനൊന്ന് ഉറങ്ങട്ടെ, ഞാൻ അവളോട് പറഞ്ഞു. ആ, ഉറങ്ങിച്ചാവ് എന്നും പറഞ്ഞ് അവൾ അമ്മയുടെ പുറകെ പോയി. അങ്ങനെ ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എഴുന്നേറ്റ് എൻ്റെ സ്ഥിരം കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. ചേട്ടാ ഞാനും വരാം എന്നും പറഞ്ഞ് അനിയത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എങ്ങോട്ടാടി നീ പോകുന്നത് എന്നും ചോദിച്ച് അമ്മ പുറകെ ഓടി വന്നു. ഞാൻ ചേട്ടൻ്റെ കൂടെ കോളേജിലേക്ക് പോവാം, അവൾ അമ്മയോട് പറഞ്ഞു. മിണ്ടരുത്, മര്യാദക്ക് ബസ്സിന് പോയാൽ മതി, അന്ന് പോയത് ഓർമ്മയില്ലേ? അമ്മ ചോദിച്ചു. ഒന്ന് പോവമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അവൾ പറഞ്ഞു. ഡി, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, മര്യാദക്ക് ബസ്സിന് പോയാൽ മതി, അല്ലെങ്കിൽ നീ കോളേജിൽ നിന്ന് പോവണ്ട, അമ്മ പറഞ്ഞു. അതെന്തു പറ്റി, കോളേജിൽ പോവണ്ടെന്ന് പറയുന്നു? അതും ചോദിച്ചുകൊണ്ട് മുകളിലെ അണ്ണൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അണ്ണൻ രാവിലെ കട തുറക്കാൻ കടയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. ഏയ് അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇവളോട് പറഞ്ഞതാ, അമ്മ കൊഞ്ചിക്കൊണ്ട് അണ്ണനോട് പറഞ്ഞു. എന്താണ് മോളെ പ്രശ്നം? ചേട്ടൻ നിന്നെ കൊണ്ടുപോകുന്നില്ലേ? വാ, ഞാൻ അങ്ങോട്ടേക്കാ, ഞാൻ കൊണ്ടുവിടാം, അണ്ണൻ പറഞ്ഞു. ഏയ് അത് വേണ്ട, അമ്മയും അവളും ഒരുമിച്ച് പറഞ്ഞു. അണ്ണൻ അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി. അനിയത്തി വേഗം വന്ന് എൻ്റെ കൂടെ ബൈക്കിൽ കയറിയിരുന്നു. ഞാൻ വേഗം ബൈക്കെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ചേട്ടാ, അമ്മ ഇന്ന് പണി പറ്റിക്കുമെന്നാണ് തോന്നുന്നത്, അവൾ ബൈക്കിൻ്റെ പുറകിലിരുന്ന് എന്നോട് പറഞ്ഞു. അതെന്താടി അങ്ങനെ പറയാൻ, ഞാൻ ചോദിച്ചു. അല്ല, അവരുടെ നിൽപ്പ് തീരെ ശരിയല്ല, മിക്കവാറും ഇന്നും അമ്മ പോകും അരി പൊടിപ്പിക്കാൻ. ഒന്ന് പോടി, അതൊന്നുമില്ല, എന്നും ഇതാണോ പരിപാടി, മടുക്കില്ലേ? ഞാൻ ചോദിച്ചു. മടുക്കാനോ, അതൊക്കെ ചേട്ടന്, നല്ല ഒന്നാം തരം കളി കിട്ടിയ ആർക്കും മടുക്കില്ല. ഓ, എനിക്ക് തോന്നുന്നില്ല, ഞാൻ അവളോട് പറഞ്ഞു. ഞാനാ പറയുന്നത്, നമുക്ക് നോക്കാം, മിക്കവാറും ഇന്ന് അമ്മ അയാളുടെ കൂടെ പോകും, ബെറ്റ് വെക്കുന്നോ? ഏയ് ബെറ്റൊന്നും വേണ്ട, നമുക്ക് നോക്കാം. അല്ല, നീ എന്താ എന്നോട് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്? അത് പിന്നെ, ഓഫ് ഇങ്ങോട്ട് പറയടി, ഞാൻ അറിയട്ടെ എന്താ എന്ന്. അത് ചേട്ടാ, എനിക്ക് കുറച്ച് പൈസ കിട്ടുന്ന കാര്യമാണ്, ചേട്ടൻ ഒന്ന് കൂടെ നിൽക്കാമോ? എന്താടി, എന്താ കാര്യം, ഫസ്റ്റ് അത് പറ. അത് ചേട്ടനൊന്ന് ബൈക്ക് നിർത്ത്, എന്നാ ഞാൻ പറയാം. ഒന്ന് പോയടി, ഒരു തവണ ബൈക്ക് നിർത്തിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഓ ചേട്ടാ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ, അത് കളാ, ചേട്ടനൊന്ന് നിർത്ത്, ഞാൻ പറയാം. ആ ശരി, നിർത്താം. അങ്ങനെ ഞാൻ അന്നത്തെ പോലെ ഒരു കടയുടെ സൈഡിൽ ബൈക്ക് നിർത്തി. ആ, ഇനി എന്താണെന്ന് വെച്ചാൽ പറ. അത് ചേട്ടാ, ചേട്ടൻ വിചാരിച്ചാൽ നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടാക്കാം. ചേട്ടൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ചേട്ടൻ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ മതി. എന്താടി പ്രശ്നം, അത് പറ, എന്നിട്ട് തീരുമാനിക്കാം നിൽക്കണോ വേണ്ടോ എന്ന്. ആ, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആള് നല്ല പൈസക്കാരനാ, മൂപ്പർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിൻ്റെ ഫ്രണ്ടിനെ നീ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലേ, ഞാൻ ചോദിച്ചു. ഏയ് ഇല്ല ചേട്ടാ, അയാൾ ഒരു ഗൾഫുകാരനാ, ഓൺലൈൻ വഴിയുള്ള ബന്ധമാ. ഗൾഫുകാരനോ, അതാരാ? ആ, അയാളുടെ പേര് അഷ്റഫ്, ഒരു 19 വയസ്സുണ്ടാവും, പക്ഷേ ആൾ നല്ല ഡീസൻ്റാ. 50 വയസ്സോ? നിനക്കെന്തൊരു പ്രാന്താണോ അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ? അതല്ല ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ആളൊരു പാവ, മൂപ്പർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, എത്ര വേണമെങ്കിലും തരാമെന്നും പറഞ്ഞു. ഒന്ന് കാണാനോ? എനിക്ക് തോന്നുന്നില്ല, വേറെ വല്ല ഉദ്ദേശമാകും, ഞാൻ പറഞ്ഞു. ആ,
ഉദ്ദേശം ചേട്ടൻ വിചാരിക്കുന്നത് തന്നെയാ. പക്ഷേ ഒന്ന് കൂടിയ ഒരു ഐഫോണും പിന്നെ കുറേ ക്യാഷും കിട്ടും. ഐഫോൺ വേണമെങ്കിൽ ഞാൻ ചേട്ടന് തരാം. ഐഫോണോ? ഏത് 17 ആണോ? ഞാൻ ചോദിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല. നീ സമ്മതിച്ചാൽ ഞാൻ ഓക്കെ പറയും. അതെന്താ ഇപ്പോൾ എന്നോടൊരു സമ്മതം ചോദിക്കൽ? മുൻപൊന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. അത് പിന്നെ വീട്ടിലേക്ക് വരട്ടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ നിന്നെയും അറിയിക്കാമെന്ന് കരുതി. വീട്ടിലേക്കോ? നിനക്ക് നിൻ്റെ ഉഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ പോരെ? എന്തിനാടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അത് അയാൾക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. എന്നോട് വീട്ടിലേക്ക് വരട്ടെ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എനിക്കയാളോട് പറയാൻ. അതിപ്പോൾ ഞാനെന്ത് പറയാനടി? നിൻ്റെ ജീവിതം നീ ഇങ്ങനെ ആക്കിയില്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ചോദിക്കുക, ഇതൊക്കെ വേണോടി? നിൻ്റെ ഭാവി എന്താവും ഇങ്ങനെ പോയാ? ഓ എൻ്റെ ചേട്ടാ, അതൊന്നും ഓർത്ത് ചേട്ടൻ്റെ തല പുണ്ണാക്കണ്ട. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഭാവി അതിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എത്ര നന്നായി നടന്നിട്ടും കിട്ടാൻ പോകുന്നത് ഏതെങ്കിലും കുരുത്തം കെട്ടവനെ ആയിരിക്കും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല മോളെ. അല്ല, അയാളിപ്പോൾ എവിടെയാ? ആര്? അഷ്റഫിക്കയോ? മൂപ്പരിപ്പോൾ നാട്ടിലുണ്ട്. ഏത് നാട്ടുകാരനാ നിൻ്റെ ഈ അഷ്റഫിക്ക? അല്ല, അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ? ഞാൻ ചോദിച്ചു. മൂപ്പര് മലപ്പുറത്തുള്ളതാ. നല്ലൊരു മൊഞ്ചത്തി ഭാര്യയും പിന്നെ 2 മക്കളും ഉണ്ട്. ഓ, മൊഞ്ചത്തി ഭാര്യ വിട്ടിട്ടാണോ അയാൾ ഈ പരിപാടിക്ക് നടക്കുന്നത്? കൊള്ളാം. അല്ല, മൊഞ്ചത്തിയാണെന്ന് നീ എങ്ങനെ കണ്ടു? അതെനിക്ക് ഇക്ക ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട്. എന്നാലും ഇയാൾക്കൊക്കെ ഇത് എന്തിൻ്റെ സൂക്കേടാ? നല്ലൊരു ഭാര്യ ഉണ്ടായിട്ടും. അത് ചേട്ടൻ അറിയാനിട്ടാ. കട്ട് തിന്നുന്നൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഒരു കല്യാണം കഴിക്കണം. ഇപ്പോൾ തൽക്കാലം നമുക്ക് പോകാം. കോളേജിൽ കയറാൻ സമയമാകാൻ തുടങ്ങി. അല്ല, എൻ്റെ കാര്യത്തിൽ നീ ഒന്നും പറയുന്നില്ലേ? അത് മറന്നോ നീ? ഞാൻ ചോദിച്ചു. ചേട്ടൻ്റെ എന്ത് കാര്യം? അല്ലടി, മുകളിലെ ചേച്ചി. ഓ അതോ? അതിന് വേണോ? ശോഭേച്ചി കിട്ടിയില്ലേ, അത് പോരെ? അതൊന്നും പറ്റില്ല. ഞാൻ കുറേ ആഗ്രഹിച്ചതാ. നിനക്കൊക്കെ എത്ര വേണമെങ്കിലും ആകാം, എനിക്ക് മാത്രം ഒന്നോ? അത് ചേട്ടാ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് സെറ്റാക്കാന്നേ. ചേട്ടൻ വണ്ടി എടുക്ക്. അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് അവളുടെ കോളേജിലേക്ക് വിട്ടു. അന്ന് കണ്ട ആ സുന്ദരി പെണ്ണിനെ കോളേജിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വീണ്ടും കണ്ടു. ഡി, ഇവളല്ലേ അന്ന് നമ്മളെ അവിടെ വെച്ച് കണ്ടത്? ഞാൻ അനിയത്തിയോട് ചോദിച്ചു. ഓ, കൊച്ചു കള്ളൻ, നല്ല ഓർമ്മശക്തിയാണല്ലോ. അത് പിന്നെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ ആരാടി ഓർക്കാതിരിക്കുക? ഞാൻ പറഞ്ഞു. മതി മതി, നീ ഓർത്തതൊക്കെ. ഇനി നിനക്ക് അവളെ വേണമായിരിക്കും അല്ലേടാ? അത് പിന്നെ അവൾക്ക് എന്നെ ഒരു നോട്ടമുണ്ട്. കിട്ടിയാൽ പുളിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു. മതി കൊഞ്ചിക്കൊണ്ട് നിന്നത്. ഞാൻ പോട്ടെ, സമയമായി. ചേട്ടൻ വണ്ടി വിട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് വൈകുന്നേരം എന്നെ അറിയിക്കണം, അവൾ പറഞ്ഞു. അങ്ങനെ ഞാൻ കടയിലേക്ക് പോയി. കടയിൽ ചെന്ന ഉടനെ ശോഭേച്ചിയുടെ കോൾ വന്നു. ഹലോ, എന്തായിടാ, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ കടയിലാ ശോഭേച്ചി. അത് പിന്നെ മീര വന്ന് കഥ തുറന്നു തന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി. അല്ലടാ, അമ്മ അറിഞ്ഞോ? ശോഭേച്ചി ചോദിച്ചു. അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ നേരെ വന്ന് കിടന്നുറങ്ങി. അല്ല, അപ്പോൾ മീര എന്തെങ്കിലും ചോദിച്ചോ? അവൾ കളിയാക്കുന്നുണ്ട്. വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷേ അവൾ ചോദിക്കും. അവളെ എനിക്കറിയാം. അല്ല, അവിടെ ആരെങ്കിലും അറിഞ്ഞോ? ഞാൻ ചോദിച്ചു. ഇവിടെ ആരറിയാൻ? രാജേട്ടൻ എഴുന്നേറ്റ് ജോലിക്ക് പോയി. കുട്ടികൾ സ്കൂളിലേക്കും, ചേച്ചി പറഞ്ഞു. ഓ, രാജേട്ടൻ ജോലിക്ക് പോയോ? ഞാൻ കരുതി ഇന്ന് പോയിട്ടുണ്ടായില്ലെന്ന്. അതൊക്കെ പോകും. ആ കാര്യത്തിലെല്ലാം ആൾ പുലിയാ. പിന്നെ നീ ഇനി എപ്പോഴാ ഫ്രീ? അത് ചേച്ചി, ഞാനിനി ഫ്രീ ആണെങ്കിൽ വൈകുന്നേരം ആകും. എന്താ ചേച്ചിക്ക് പ്രശ്നം?
അല്ലടാ, ഞാനിവിടെ ചുമ്മാ ഇരിക്കാം, പറ്റിയ ഇങ്ങോട്ടൊന്ന് വാ. ഓ, അതാണോ? ഞാൻ നോക്കട്ടെ. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. വരാൻ പറ്റുമോ എന്നറിയില്ല. അത് വൈകുന്നേരം വന്നാൽ ശരിയാകില്ലടാ, കുട്ടികളുണ്ടാകും. പിന്നെ ചിലപ്പോൾ രാജേട്ടനും വന്നിട്ടുണ്ടാവും ആ സമയത്ത്. ഏ, പിന്നെ എപ്പോഴാ? രാത്രി വരാനാണോ? എനിക്കൊന്നും വയ്യ. ഇന്നലെ തന്നെ എൻ്റെ ഉപ്പാടിളകി. ഞാൻ പറഞ്ഞു. അതൊക്കെ ഒരു ഇളക്കമാണോ മോനെ? ഇനി എത്ര ഇളകാൻ കിടക്കുന്നു? ചേച്ചി പറഞ്ഞു. മനസ്സിലായി. പിന്നെ ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. കടയിൽ കുറച്ച് തിരക്കുണ്ട്. ഓക്കേടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നീ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ആ, ശരി ചേച്ചി. അങ്ങനെ ഞാൻ ചേച്ചിയുടെ കോൾ കട്ട് ചെയ്ത് കസ്റ്റമേഴ്സിനെ ശ്രദ്ധിച്ചു. അങ്ങനെ സമയം 4-5 മണിയായി. പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്തു. ഞാൻ വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പാർട്ടിക്കാരൻ പവിയേട്ടനായിരുന്നു അത്. ഞാൻ വേഗം കോളെടുത്തു. ഡാ, നീ ഇതെവിടെയാ? ഇവിടെ എല്ലാവരും എത്തി, പവിയേട്ടൻ പറഞ്ഞു. ആ പവിയേട്ട, ഞാൻ കടയിലാ. 5 മണിയാവും ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങടാ, നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇലക്ഷൻ ഇങ്ങോട്ട് അടുത്തില്ലേ? അത് പവിയേട്ട, എൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്താൽ പോരെ? ഞാൻ ചോദിച്ചു. അല്ലടാ, നീയൊക്കെ ഉണ്ടായാല പാർട്ടിക്കൊരു ബലം. നീ ഒന്ന് വാടാ. ഓക്കെ, ഞാൻ എത്താൻ നോക്കാം. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഓണർ വന്ന പാടെ കാര്യം പറഞ്ഞു ഞാൻ പവിയേട്ടൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞാൻ വിചാരിച്ചത് 19 പേരെങ്കിലും കാണുമെന്നാണ്. അവിടെ ചെന്ന് ഞാൻ കണ്ടത് ആകെ ഒരു 5-6 ആൾക്കാരെയാണ്. എന്നെ കണ്ട പവിയേട്ടൻ ഓടി വന്ന് എന്നെ സ്വീകരിച്ചു. എൻ്റെ അടുത്ത് നിന്ന എൻ്റെ ഒരു നാട്ടുകാരനോട് ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര പേരേ ഉള്ളൂ? ആ, കുറച്ച് പേര് വന്ന് പോയി എന്നയാൾ പറഞ്ഞു. അല്ല, അപ്പോൾ ചർച്ചയൊക്കെ കഴിഞ്ഞോ? ഞാൻ അയാളോട് ചോദിച്ചു. ആ, അതൊക്കെ കഴിഞ്ഞു. നിൻ്റെ ഏരിയയിൽ നീയാണ് യൂത്ത് സെക്രട്ടറി. ഏ, ഞാനോ? അതെ, നീ 2-ാം വാർഡിലല്ലേ? ആ, അതെ. ആ, അപ്പോൾ നീ തന്നെയാ. ഏ, ഞാനോ? ഇതുവരെ പാർട്ടിയുടെ ഒരു പരിപാടിക്കും പോകാത്ത എന്നെ പിടിച്ച് എന്തിനാണെന്നാവോ ഇവർ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. അതൊക്കെ അവരുടെ ഒരു പ്ലാനാ. അതൊക്കെ നിനക്ക് പിന്നെ മനസ്സിലാകും, അയാൾ പറഞ്ഞു. പെട്ടെന്നൊരു ഗ്ലാസ് സർബത്തുമായി ഒരു ആൻറ്റി എൻ്റെ അടുത്തേക്ക് വന്നു. ഡാ, അത് കുടിച്ചോ. പവിയേട്ടൻ അത് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നീയാണ് 2-ാം വാർഡിലെ സെക്രട്ടറി. ഈ പ്രാവശ്യം നമുക്കവിടെ പൊളിക്കണം, പവിയേട്ടൻ പറഞ്ഞു. അയ്യോ, അതെന്തിനാ പവിയേട്ട എന്നെ ആക്കിയത്? അവിടെ വേറെ എത്ര ചക്കന്മാരുണ്ട്? ഞാൻ പവിയേട്ടനോട് ചോദിച്ചു. അവരൊന്നും ഒരു സ്ട്രോങ് ഇല്ല. നീയാകുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടാവും. പവിയേട്ടൻ എന്നെ ഒന്ന് പൊക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനൊന്നും മിണ്ടാതെ പവിയേട്ടൻ പറയുന്നത് കേട്ടു നിന്നു. അപ്പോൾ ഒരു നല്ല തടിയും കാണാൻ നല്ല സുന്ദരിയുമായ ഒരു ആൻറ്റി പവിയേട്ടൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കിടിലൻ ആൻറ്റി. എടാ, ഇതെൻ്റെ ഭാര്യ വീണ. പവിയേട്ടൻ ആ ആൻറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ ആ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എവിടെയോ കണ്ട നല്ല പരിചയം. ഞാൻ വീണ്ടും ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടാ, നിനക്കിവളെ അറിയോ? പവിയേട്ടൻ ചോദിച്ചു. ഇല്ല, പക്ഷേ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അത് കേട്ട് അവർ 2 പേരും ചിരിച്ചു. പവിയേട്ടൻ പറഞ്ഞു, അത് ചിലപ്പോൾ പുറത്തെവിടെയെങ്കിലും വെച്ച് നീ കണ്ടതാകുമെന്ന്. ഞാൻ അതേന്ന് പറഞ്ഞ് തലയാട്ടി നിന്നു. ഇവനാണോ 2-ാം വാർഡിലെ സെക്രട്ടറി? ആ ആൻറ്റി ചോദിച്ചു. ആ, അതെ. എങ്ങനെയുണ്ട്? നമ്മുടെ മരിച്ചുപോയ കുമാരേട്ടൻ്റെ മകനാ, പവിയേട്ടൻ ആൻറ്റിയോട് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആൻറ്റിയെ ഞാൻ എവിടെ വെച്ചാണ് കണ്ടതെന്ന് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് ആ ഫോട്ടോസ് ഓർമ്മയിലേക്ക് വന്നത്. ഇതെന്ന് രാജേട്ടൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ആ സ്ത്രീയാണല്ലോ. ഞാൻ വീണ്ടും ഒന്നുകൂടി നോക്കി ഉറപ്പ് വരുത്തി. അതെ, ഇതാ സ്ത്രീ തന്നെ. രാജേട്ടൻ ശോഭിച്ചിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത അതേ ഗ്രൂപ്പിൽ കണ്ട സ്ത്രീ. അന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ വിറപ്പിച്ച മുതൽ. എന്നാലും ഇവരെങ്ങനെ അവിടെ എത്തി? ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.